നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കെനിയയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. പ്രളയക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് രണ്ടാം ഘട്ട മാനുഷിക സഹായം അയച്ചു. മെഡിക്കൽ സാമഗ്രികൾ അടക്കമുള്ള സാധനങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ അയച്ചിരിക്കുന്നത്. 40 ടൺ മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും അടക്കമുള്ള മാനുഷിക സഹായമാണ് ഇന്ത്യ എത്തിച്ചത്. ഗാസിയാബാദിലെ ഹിൽഡൻ വിമാനത്താവളത്തിൽ നിന്ന് വ്യോമസേന വിമാനം വഴിയാണ് സാധനങ്ങൾ അയച്ചിരിക്കുന്നത്. കെനിയയിലേക്ക് അയച്ച വസ്തുക്കളുടെ വിവരങ്ങൾ കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കർ എക്സിൽ കുറിച്ചു. പ്രളയബാധിതരെ സഹായിക്കാൻ 40 ടൺ മരുന്നുകളും മെഡിക്കൽ സപ്ലൈകളും മറ്റു ഉപകരണങ്ങളും അടങ്ങിയ കിറ്റാണ് രണ്ടാം ഘട്ടം കെനിയയിലേക്ക് അയക്കുന്നത്. ചരിത്രപരമായ ഒരു പങ്കാളിത്തത്തിനായി വിശ്വബന്ധുവായി ഭാരതം നിലകൊള്ളുന്നു. മെയ് 10-നാണ് കെനിയയിലേക്ക് ആദ്യ മാനുഷിക സഹായം അയച്ചത്. ഭക്ഷണം, മരുന്ന് എന്നിവയാണ് ആദ്യം കൈമാറിയത്. ഇന്ത്യൻ നാവികസേനയുടെ കപ്പലായ സുമോദയിലാണ് ആദ്യഘട്ട സഹായഹസ്തം വിതരണം ചെയ്തത്. ഇവ കെനിയ സർക്കാരിന് വിതരണം ചെയ്യാനായി ഇന്ത്യൻ ഹൈക്കമ്മീഷൻ എക്സിൽ കുറിച്ചു. കെനിയയിലെ പ്രളയക്കെടുതിയിൽ 200ഓളം ആളുകളാണ് മരിച്ചത്. ആയിരക്കണക്കിന് ആളുകൾ വിവിധ ഇടങ്ങളിലേക്ക് പലായനവും ചെയ്തു. 2000ഓളം കെട്ടിടങ്ങൾ തകർന്നു വീണു. രാജ്യത്തെ എല്ലാ സ്കൂളുകളും അടച്ചിട്ടിരിക്കുകയാണ്. ഇനി ഒരു അറിയിപ്പിന് ശേഷം മാത്രമേ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ എന്നും കെനിയ സർക്കാർ അറിയിച്ചു. പ്രളയക്കെടുതിയിൽ വൻ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. മാർച്ച് മുതൽ രാജ്യത്ത് ശക്തമായ മഴ ലഭിക്കുന്നുണ്ടായിരുന്നു. ഇതിനാലാണ് പ്രളയം വന്നതും.